എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ചെയ്യുന്നത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു ബ്രെഡ് ഓംലെറ്റ് ആണ്. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് ഇതിന്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കടലമാവ്, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ കൂട്ട് ഒരു സ്പൂണോ വിക്സ്കോ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ കൂട്ട് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായി ഇതിലേക്ക് 2 പച്ചമുളക് വളരെ ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് മല്ലിയിലയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബട്ടർ ഉപയോഗിച്ചാണ് ഓംലെറ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. മീഡിയം സൈസ് നല്ല കട്ടിയുള്ള ബ്രെഡാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഓംലെറ്റ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാനിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബ്രെഡ് മുട്ടയുടെ കൂട്ടിൽ മുക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് മുട്ടയുടെ കൂട്ട് ബ്രെഡിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. 2 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഇതൊന്ന് മറിച്ചു കൊടുക്കാം. നല്ല സ്പൈസി ആയിട്ടുള്ള ബ്രെഡ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂടുതൽ സ്പൈസ് വേണ്ടവർക്ക് കൂടുതൽ മുളക് പൊടിയോ പച്ചമുളകോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.